ഹായ്, സിജിയാണ് കേട്ടോ. കൊലസൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കഴിഞ്ഞ 2 വീഡിയോകളിലായി എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സുകളായിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത്. നമുക്ക് പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കുറേയധികം ഹാങ്ങിങ് പ്ലാന്റ്സുകളായിരുന്നു ആ 2 വീഡിയോകളിൽ പരിചയപ്പെടുത്തിയത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇന്ന് ഒരു 10ഓളം വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സുകൾ, അതായത് അതിൽ ഉൾപ്പെടാത്ത 10ഓളം വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം. പോയാലോ നമുക്ക് വീഡിയോയിലേക്ക്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. ഫോക്സ്ടെയിൽ ഫേൺ, ഫോക്സ്ടെയിൽ അസ്പെരാഗസ് ഫേൺ എന്നൊക്കെ സയൻറ്റിഫിക് നെയിമോട് കൂടിയ ഒരു പെരിനിയൽ പ്ലാന്റ് ആണ് ഇത്. പൊതുവെ ഫേൺസുകളെല്ലാം തന്നെ നല്ല ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ നേരിട്ടുള്ള സൂര്യപ്രകാശമൊക്കെ ഉള്ളിടത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പോണി ടെയിൽ ഫേൺ, എമറാൾഡ് പോണി ടെയിൽ ഫേൺ എന്നൊക്കെ ഇതിന് മറ്റു പേരുകൾ കൂടിയുണ്ട്. ഇത് മറ്റുള്ള ഫേൺസുകളെ പോലെ സ്പോർട്സ് വഴി അല്ല ഈ ഒരു ഫേൺ പ്രൊപ്പഗേഷൻ നടത്തുന്നത്. നേരെ മറിച്ച് ഇതിൽ കുഞ്ഞ് വൈറ്റ് പൂക്കൾ ഉണ്ടാകാറുണ്ട്. ആ പൂക്കൾ വഴി സീഡുകൾ ഉണ്ടായി അതുവഴിയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഇത് നടത്തുന്നത്. കൂടാതെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ഇതിൻ്റെ ചുവട്ടിലുള്ള തൈകളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ കിട്ടുന്നിടത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന് പൊതുവേ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ കൊടുത്താൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകും. നല്ലൊരു ഈർപ്പം ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് ഇത്. നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കിയാലോ. ഇതാണ് ബ്ലാക്ക് സിങ്കോണിയം. സിങ്കോണിയം എർത്രോഫില്ലം എന്ന സയൻറ്റിഫിക് നെയിമോട് കൂടിയ ഈ പ്ലാന്റിനെ ബ്ലാക്ക് മണി പ്ലാന്റ് എന്നൊക്കെ പലരും വിളിക്കാറുണ്ട്. ശരിക്കും ഇതൊരു സിങ്കോണിയമാണ്. എന്നാൽ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ മണി പ്ലാന്റിൻ്റെ പോലെ തന്നെയാണ്. ഏരിയൽ റൂട്ട്സോട് കൂടിയ സ്റ്റെം കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേഷന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏരിയൽ റൂട്ടോട് കൂടിയ സ്റ്റെമ്മിനെ കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം റൂട്ട് വന്നിട്ട് നമുക്ക് മാറ്റി നടുകയും ചെയ്യാം. ഇതിൻ്റെ ലീഫുകൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലുള്ളവയാണ് ഇവയുടെ ലീഫുകൾ. പുതുതായി വരുന്ന ലീഫിന് ചെറിയ ഒരു തിളക്കത്തോടു കൂടി കാണാം. നല്ല ബുഷി ആയി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കട്ടിങ്സുകൾ നമുക്ക് ഒരുമിച്ച് നട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് ലൈറ്റൊന്നും ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് അല്ല ഇത്. നല്ലൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് കൂടിയാണ്. നമുക്കിതിനെ ഹാങ്ങിങ് പോട്ടിലും അതേപോലെ തന്നെ സപ്പോർട്ട് കൊടുത്തും ഒക്കെ വളർത്താൻ പറ്റുന്നതാണ്. ഇൻഡോർ ആക്കിയും അതേപോലെ ഷെയ്ഡിൽ ഔട്ട്ഡോർ ആക്കിയും ഒക്കെ നമുക്ക് ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാം. നല്ലൊരു ഹേർട്ട് ഷേപ്പിലുള്ള ലീഫുകളാണ് ഇവയ്ക്കുള്ളത്. ലീഫിൻ്റെ മുകൾ ഭാഗം നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലും അടിഭാഗം ഒരു പർപ്പിൾ ബ്രൗൺ കളറും കൂടെ കലർന്ന ഒരു കളറുമായിട്ടാണ് കാണപ്പെടുന്നത്. വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി ഈർപ്പം ഈ പ്ലാന്റിന് ആവശ്യമില്ല. അപ്പം പോട്ടിംഗ് മിക്സ് ഡ്രൈ ആവുന്ന അവസ്ഥയിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഏരിയൽ റൂട്ടോട് കൂടിയ കട്ടിങ് എടുത്ത് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കിയാലോ. അടുത്തതൊരു മനോഹരമായി എപ്പോഴും ഗ്രീനറി നിറച്ച് നിൽക്കുന്ന പെപ്പറോമിയ സ്കാൻഡൻസ് ഗ്രീൻ. പൈപ്പർ പെപ്പറോമിയ എന്നും ക്യൂപ്പിഡ് പെപ്പറോമിയ എന്നും ഒക്കെ ഈ പ്ലാന്റിന് വിളിപ്പേരുണ്ട്. ഇതൊരു സക്യുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫിലും സ്റ്റെമ്മിലും ഒക്കെ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയാൽ ഇത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ലീഫുകളൊക്കെ തന്നെ ഒരു ഹേർട്ട് ഷേപ്പിൽ നല്ല തിക്ക് ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയവയാണ് ഇവയുടെ ലീഫുകൾ. ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വളരെ ഭംഗിയായി വളരുന്ന ഒരു ചെടിയാണിത്. ഏതൊരു തുടക്കക്കാർക്കും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇതിനെ വളർത്തിയെടുക്കാം. പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ്. സ്റ്റെം കട്ടിങ് വഴി നമുക്ക് പ്രൊപ്പഗേഷൻ ഈസിയായി നടത്താവുന്നതുമാണ്. ഒന്നിൽ കൂടുതൽ, അതായത് 5, 6, 7 ഒക്കെ കട്ടിങ്സുകൾ നമ്മൾ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ ആ പോട്ട് വളരെ ബുഷി ആയിട്ട് വളരുകയും ചെയ്യും. വളരെ കാലം ആ സെയിം പോട്ടിൽ തന്നെ നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാനും സാധിക്കും. ലീഫ് നല്ല ഒരു ഗ്ലോസി പ്ലാസ്റ്റിക് പോലെ കാണപ്പെടുകയും ചെയ്യാറുണ്ട്. ഇതിൽ പിന്നെ കമ്പിത്തിരി പോലെ ഒരു കുഞ്ഞു പൂക്കളും ഉണ്ടാകാറുണ്ട്. അതായത് കമ്പിത്തിരി ശരിക്കും മുകളിലോട്ട് നിൽക്കുന്നത് പോലെ ഇതിൽ എൻഡുകൾ, അതായത് ഈ സ്റ്റെമ്മിൻ്റെ അറ്റഭാഗത്തായിട്ട് പൂക്കളും ഉണ്ടാകാറുണ്ട്. വാട്ടർ നമ്മൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ വാട്ടർ കൊടുക്കാം. അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സ് ഡ്രൈ ആവുന്ന അവസ്ഥയിൽ നമുക്ക് വാട്ടർ നൽകാവുന്നതാണ്. അടുത്തതും ഒരു സക്യുലൻ്റ് ഫാമിലിയിൽപ്പെട്ട ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നല്ല ഒരു വള്ളിയിൽ നിറയെ ഹേർട്ടുകൾ തൂങ്ങിക്കിടക്കുന്നത് പോലെയുള്ള അതിസുന്ദരിയായ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത്. ടാങ്കിൾഡ് ഹേർട്ട് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. പില്ലോ പ്ലാന്റ് എന്നും സ്വീഡിഷ് ഐവി എന്നും ഒക്കെ മറ്റ് വിളിപ്പേരുകൾ കൂടി ഈ പ്ലാന്റിനുണ്ട്. ഇതൊരു സക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റെമ്മിലും ലീഫിലുമൊക്കെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് 4, 5 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇൻഡയറക്റ്റ് സൺലൈറ്റിലാണ് ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത്. പുതിയതായിട്ട് ഉണ്ടാകുന്ന ലീഫുകൾക്ക് ഒരു ലൈറ്റ് പിങ്കിഷ് കളർ കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത്.
പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ്. ഏതൊരു കുഞ്ഞു കുട്ടിക്കും വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊപ്പഗേഷനാണ് ഈ പ്ലാന്റിനുള്ളത്. അതായത് ഇതിൻ്റെ സ്റ്റെം കട്ടിങ്സ് നമ്മൾ വെറുതെ ഒടിച്ച് ഒന്നുകിൽ വേറെ ഒരു പോട്ടി മിക്സിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് മണ്ണിൻ്റെ മുകളിലായിട്ട് തൂക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ പോട്ട് തന്നെ നല്ല ബുഷിയായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് കട്ടിങ്സ് താഴെ നിന്ന് വെറുതെ കൈകൊണ്ട് തന്നെ നമുക്ക് ഒടിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് അങ്ങനെയും ഇത് നല്ല ബുഷിയായിട്ട് വളർന്നു വരികയും ചെയ്യും. ഇതുപോലുള്ള കട്ടിങ്സുകൾ നമുക്ക് ഇതുപോലെ വെറുതെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഒടിച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് അവിടെ കിടന്ന് വളർന്നോളും. അത്രയ്ക്കും സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കുന്ന പ്ലാന്റുകളാണ് ഈ ടാങ്കിൾഡ് ഹാർട്ടുകൾ. ഇനി ഒരുപാട് വെയിലുള്ള ഭാഗത്താണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഇലയൊക്കെ പഴുത്ത് പെട്ടെന്ന് തന്നെ ഈ ചെടി നശിച്ചു പോകും. അതുകൊണ്ട് നല്ല ഒരു ഷെയ്ഡഡ് ഏരിയയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല ഗ്രീനറി നിറച്ച് ഈ പ്ലാന്റ് നല്ല ഭംഗിയിൽ വളർന്നു വരും. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. ബാസ്ക്കറ്റ് പ്ലാന്റ്. അതിസുന്ദരിയായ ബാസ്ക്കറ്റ് പ്ലാന്റ്. കലീഷ്യ ഫ്രാഗ്രൻസ് എന്ന സയൻറ്റിഫിക് നെയിമോട് കൂടിയ ഈ പ്ലാന്റിനെ ചെയിൻ പ്ലാന്റ് എന്നും അക്ക ബാസ്ക്കറ്റ് പ്ലാന്റ് എന്നും ഒക്ടോപ്പസ് പ്ലാന്റ് എന്നും ഒക്കെ പലരും വിളിക്കാറുണ്ട്. അതിന് കാരണം ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്നും ഇതുപോലെ ചെയിൻ പോലെ താഴോട്ട് ഒരു സ്ട്രിങ് വരാറുണ്ട്. അങ്ങനെ ഒത്തിരി സ്ട്രിങ്സുകൾ വന്നിട്ട് അതിൻ്റെ എൻഡിലായിട്ട് പുതിയ ഒരു തൈയും ഉണ്ടായി വരാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ചെയിൻ പ്ലാന്റ് എന്നും അതേപോലെ ഒക്ടോപ്പസ് പ്ലാന്റ് എന്നും ഒക്കെ വിളിക്കുന്നത്. നല്ലൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് ഇത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്നതും ഒത്തിരി കാലം കേടൊന്നും കൂടാതെ നിൽക്കുന്നതുമായ പ്ലാന്റാണ് ഈ ബാസ്ക്കറ്റ് പ്ലാന്റുകൾ. നല്ലൊരു വെരിഗേഷനോട് കൂടിയ ലീഫുകളാണ് ഇവയ്ക്കുള്ളത്. പോരാത്തതിന് ഇതുപോലെ സ്ട്രിങ്ങുകൾ താഴേക്ക് വന്നിട്ട് നിറയെ തൈകൾ ഇങ്ങനെ ഉണ്ടായി കിടക്കും. കാണുമ്പോൾ നമ്മൾ കരുതും ഈ എയറിലായിരിക്കും ഈ തൈകളൊക്കെ ഇങ്ങനെ കിടക്കുന്നതെന്ന്. അത് കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയാണ്. ഈ മദർ പ്ലാന്റിൽ നിന്നും ഒക്ടോപ്പസിൻ്റെ കൈകൾ പോലെ താഴോട്ട് ഒത്തിരി സ്ട്രിങ്ങുകൾ വന്ന് അതിൻ്റെ എഡ്ജിലായിട്ട് ഇതുപോലെ തൈകൾ ഉണ്ടാകാറുണ്ട്. ആ തൈകളിൽ വേരുകളും കാണപ്പെടാറുണ്ട്. അപ്പോൾ വേരോടുകൂടി നമ്മളിതിനെ കട്ട് ചെയ്ത് നമുക്ക് പുതിയ പോട്ടിംഗ് മിക്സിലോട്ട് നട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് പുതിയ പുതിയ തൈകൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. വെള്ളം നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. അത്ര എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന അതിസുന്ദരിയായ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ബാസ്ക്കറ്റ് പ്ലാന്റ്. അടുത്തതൊരു അതിസുന്ദരിയായ പ്ലാന്റ് ആണ് പർപ്പിൾ പാഷൻ പ്ലാന്റ് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഇത് ഒട്ടുമിക്ക എല്ലാവരുടെയും കയ്യിൽ കാണുന്ന പ്ലാന്റാണ്. ശരിക്കും ഇതിൻ്റെ പേര് നമുക്കറിയില്ലായിരിക്കും. നമ്മളിതിനെ വെൽവെറ്റ് പ്ലാന്റ് എന്നൊക്കെയാണ് വിളിക്കാറ്. എന്നാൽ പലരും ഇതിനെ പർപ്പിൾ വെൽവെറ്റ് പ്ലാന്റ്, റോയൽ വെൽവെറ്റ് പ്ലാന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഗൈനൂറ ഔറാൻഡിക്ക എന്നതാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇതൊരു ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണ്. വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. ലീഫിൻ്റെ ടെക്സ്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ലീഫിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു പർപ്പിൾ കളറിലുള്ള ഒരു ഹെയേഴ്സ് കാണാം, കുഞ്ഞ് ഹെയേഴ്സ് കാണാം. പുതുതായി വരുന്ന ലീഫുകളിലായിരിക്കും ഈ പർപ്പിൾ ഹെയേഴ്സ് കൂടുതൽ. അതുകൊണ്ട് തന്നെ പുതുതായി വരുന്ന ലീഫുകൾ നല്ലൊരു പർപ്പിൾ കളറിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് സ്റ്റെം കട്ടിംഗ് വഴി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ വെൽവെറ്റ് പ്ലാന്റുകൾ. നല്ല മെച്ചുറാകുന്ന പ്ലാന്റിൽ ഒരു ഓറഞ്ച് കളറിലെ പൂക്കളും ഉണ്ടാകാറുണ്ട്. നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് ഇത്. നല്ലൊരു ബ്രൈറ്റ് ലൈറ്റിൽ വെച്ചെങ്കിൽ മാത്രമേ ഈ പർപ്പിൾ കളറൊക്കെ നല്ല ഭംഗിയിൽ തെളിഞ്ഞു വരികയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് കളറിലോട്ട് മാറും. നല്ലൊരു മോയ്സ്ചർ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് കൂടിയാണ് ഇത്. വളർത്താൻ വളരെ എളുപ്പവുമാണ്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കിയാലോ. വളരെ പെട്ടെന്ന് വളരുന്ന നല്ലൊരു വെരിഗേഷൻസോട് കൂടിയ ഒരു ചൈനീസ് വയലറ്റ് ആണ് നെക്സ്റ്റ് പ്ലാന്റ്. ഇതിനെ സാധാരണ എല്ലാവരും സാധാ പോട്ടിങ്ങിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ ആയിട്ടൊക്കെയാണ് നട്ട് വളർത്തുന്നത്. ഞാനിതിനെ ഹാങ്ങിങ് പോട്ടിൽ നട്ടിട്ടുണ്ട്. നന്നായിട്ട് പ്രൂൺ ചെയ്ത് നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ വളർത്തിയാൽ നല്ല ഭംഗിയാണ്. നല്ലൊരു വെരിഗേഷൻസോട് കൂടിയ പ്ലാന്റ് ആണ് ഇത്. പോരാത്തതിന് ഇതിൽ പൂക്കളും ഉണ്ടാകാറുണ്ട്. സമ്മർ സീസണിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകാറുള്ളത്. ഒരു പർപ്പിളും വയലറ്റും കൂടെ കലർന്ന കളറിലുള്ള കോളാമ്പി പൂക്കൾ പോലെയുള്ള പൂക്കളാണ് ഇവയിലുണ്ടാകുന്നത്. കൂടുതലും സമ്മർ സീസണിലാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല വെരിഗേഷനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ ഈ പ്ലാന്റിൽ നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല വെരിഗേഷൻസോട് കൂടി ഇത് വളരുകയുള്ളൂ. ഇതിനെ നമുക്ക് ബോർഡർ പ്ലാന്റായി അതേപോലെ സാധാ പോട്ടിലും ഒക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും. നല്ല ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഇവയെ സ്റ്റെം കട്ടിംഗ് വഴി നമുക്ക് എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്ത പ്ലാന്റ് നോക്കാം. രൂപസാദൃശ്യം കൊണ്ട് മണി പ്ലാന്റ് ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇത്. ഇതൊരു ഫിലോഡെൻഡ്രോൺ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ്, ഹാർഡ്ലി ഫിലോഡെൻഡ്രോൺ. ഇതിന്റെ സയന്റിഫിക് നെയിം ഫിലോഡെൻഡ്രോൺ ഹെഡ്രാസിയം എന്നതാണ്. മണി പ്ലാന്റ് പോലെ തന്നെയാണ് ഈ പ്ലാന്റിന്റെ കെയറിങ്ങും. പക്ഷേ ഇത് മണി പ്ലാന്റ് അല്ല. ഡയറക്റ്റ് സൺലൈറ്റ് ഈ പ്ലാന്റിന് ഇഷ്ടമല്ല. നമ്മൾ ഇതിൻ്റെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ നമുക്കിതിനെ ഹാങ്ങിങ് പ്ലാന്റായും അല്ലെങ്കിൽ ഏതെങ്കിലും സപ്പോർട്ട് കൊടുത്തും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പടർത്തി വിട്ടും ഒക്കെ വളരെ മനോഹരമാക്കി വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ തന്നെ ഒരു ഹേർഡ് ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഹാർഡ്ലി ഫിലോഡെൻഡ്രോൺസ് എന്ന് വിളിക്കുന്നത്. ഫിലോഡെൻഡ്രോൺസുകളെല്ലാം തന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നതാണ്. ഞാനിതിനെ ഇങ്ങനെ പടർത്തി വിടണമെന്നൊക്കെ ആഗ്രഹിച്ച് വളർത്തിയതാണ്. പിന്നെ ഇതിൻ്റെ ഈ കമ്പിയെ തന്നെ ഇങ്ങനെ ചുറ്റി വെച്ച് ഇപ്പോൾ
ഏകദേശം നല്ല വലുപ്പത്തിൽ ഈ പ്ലാന്റ് വളർന്നിട്ടുണ്ട്. പല വെറൈറ്റിയിലുള്ള ഹാർഡ്ലി ഫിലോഡെൻഡ്രോൺസുകളുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പ്ലാന്റിനെ പ്രൊപ്പഗേഷൻ നടത്താവുന്നതാണ്. സ്റ്റെം കട്ടിംഗ് വഴി എളുപ്പത്തിൽ പ്രൊപ്പഗേഷൻ നടത്താവുന്നതുമാണ്. പുതിയതായിട്ടുണ്ടാകുന്ന ലീഫുകൾ ഒരു യെല്ലോയും റെഡും കൂടെ കലർന്ന കളറിലും കുറച്ചൊന്ന് മെച്ചറാകുമ്പോൾ കുറച്ചൊരു ലൈറ്റ് ഗ്രീൻ കളറിലുമായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. പർപ്പിൾ ഹേർട്ട് പ്ലാന്റ്. എപ്പോഴും സെയിം കളറിൽ നിൽക്കുന്ന ഒരു പെരിനിയൽ പ്ലാന്റ് ആണ് ഇത്. മോസസ് ഇൻ ദ ബാസ്ക്കറ്റ്, പർപ്പിൾ ക്യൂൺ, പർപ്പിൾ ഹേർട്ട്, പർപ്പിൾ സ്പൈഡർ വാട്ട് എന്നൊക്കെ മറ്റ് കോമൺ നെയിമുകളോടുകൂടിയ ഈ പ്ലാന്റിൽ ഒരു പിങ്ക് കളറിലുള്ള ഫ്ലവർ ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം മാത്രമാണ് ഈ ഫ്ലവറിൻ്റെ ആയുസ്. ഒരു ദിവസം കഴിയുമ്പോൾ ആ ഫ്ലവർ പൊഴിഞ്ഞു പോവുകയും ചെയ്യും. നല്ലൊരു മോയിസ്റ്റ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. നല്ലൊരു ബ്രൈറ്റ് ലൈറ്റിൽ മാത്രമേ ഈ ഒരു പർപ്പിൾ കളർ നല്ല ഭംഗിയിലായിട്ട് തിളഞ്ഞു വരികയുള്ളൂ. ഇനി നമ്മൾ ഇതിനെ ഷെയ്ഡഡ് ഏരിയയിലാണ് വെക്കുന്നതെങ്കിൽ ഒരു ഗ്രീനിഷ് കളർ കയറി വരും. അതായത് ഈ പർപ്പിൾ കളർ ഇത്രയും ഭംഗിയിൽ ലഭിക്കുകയില്ല. പ്രൊപ്പഗേഷൻ അതിലേറെ സിമ്പിളാണ്. സ്റ്റെം കട്ടിംഗ് വഴി നമുക്ക് എളുപ്പത്തിൽ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഒത്തിരി കട്ടിങ്സുകൾ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ ബുഷി ആക്കി വളർത്തിയെടുക്കുകയും ചെയ്യാം. നല്ല ഒരു പർപ്പിൾ കളറാണ്. അതായത് ഒരു പർപ്പിളും ഒരു ആഷ് കളറും കൂടെ മിക്സായി വരുന്ന ഒരു തരം കളറാണ് ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഇതും നല്ലൊരു ഹാങ്ങിങ് ഓപ്ഷൻ തന്നെയാണ്. അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ്. ബിഗോണിയ ഫാമിലിയിൽപ്പെട്ട അതിസുന്ദരിയായ ഒരു പ്ലാന്റാണ് ബിഗോണിയ മാനോസ്. ഇതിൻ്റെ ലീഫിൻ്റെ ടെക്സ്ചർ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. എല്ലാ ലീഫിലും ഒരു കുഞ്ഞ് ഹെയേഴ്സ് കവർ ചെയ്തുകൊണ്ട് ചെറിയ ഒരു ചുമന്ന കളറിലുള്ള ഹെയേഴ്സ് കാണാം. അപ്പോൾ ആ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ആ ഹെയേഴ്സ് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. നല്ലൊരു ഭംഗിയിലാണ് ആ ഹെയേഴ്സ് ഇങ്ങനെ കവർ ചെയ്ത് കാണുന്നത്. ഒരു റെഡിഷ് കളറിലുള്ള ഹെയേഴ്സാണ്. അത് തന്നെയാണ് ഈ ചെടിയുടെ ഭംഗി എന്ന് പറയുന്നത്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കെയറിങ് എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം ഈ പ്ലാന്റിന് ആവശ്യമില്ല. ഒത്തിരി വെള്ളം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മുകളൊക്കെ ചീഞ്ഞു പോകും. പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ്. സ്റ്റെം കട്ടിങ് ഉപയോഗിച്ച് നമുക്ക് പുതുതായിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ബാക്കിയുള്ള ബിഗോണിയാസിനെ പോലെ വൈറ്റ് കുഞ്ഞു പൂക്കളും ഒക്കെ ഉണ്ടാകാറുമുണ്ട്. നല്ല ബ്രൈറ്റ് ലൈറ്റിൽ വെച്ചെങ്കിൽ മാത്രമേ ഈ ഹെയേഴ്സിൻ്റെ ഈ റെഡ് കളറൊക്കെ ഇത്രയും ഭംഗിയിലൊക്കെ കയറി വരികയുള്ളൂ. പിന്നെ എല്ലാ ബിഗോണിയാസിനെയും പോലെ തന്നെ ഈ ബിഗോണിയാസിനെയും ഒച്ചുകൾക്ക് വളരെ ഇഷ്ടമാണ്. ഒച്ചുകളുടെ കയ്യിൽ കിട്ടിയാൽ ഒറ്റ രാത്രി കൊണ്ട് ഇതിനെ മൊത്തത്തിൽ തിന്ന് തീർക്കുകയും ചെയ്യും. അപ്പോൾ ഒച്ചുകളെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാങ്ങിങ് ആയി തൂക്കിയിട്ടിരുന്നിട്ട് കൂടി ഇതിൻ്റെ ലീഫുകളൊക്കെ ഒച്ചുകൾ തിന്ന് തീർത്തു. കണ്ടില്ലേ, ഇത് ഒച്ചിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത ലീഫുകളാണ്. ഭാഗ്യം കൊണ്ട് ഞാൻ കണ്ടു, ഇല്ലെങ്കിൽ ഈ ചെടി അട്ടപടലം അതെല്ലാം തിന്ന് തീർത്തേനെ. അങ്ങനെ 3 വീഡിയോകളിലായിട്ട് എൻ്റെ കയ്യിലുള്ള ഭൂരിഭാഗം ഹാങ്ങിങ് പ്ലാന്റ്സിനെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രത്യേകിച്ച് കെയർ ഒന്നുമില്ലാതെ വളരെ ഈസി ആക്കി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഹാങ്ങിങ് പ്ലാന്റ്സുകളെയാണ് ഇതിലൂടെ നമ്മൾ കാണിച്ചത്. അപ്പോൾ അതൊക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും നല്ലതായാലും ചീത്തയായാലും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്.